എൻ്റെ അപ്പം കൂർക്കം വലിക്കുമ്പോൾ ഞാൻ രാത്രി ചിരിച്ച ആളാണ്. എന്താ പറയുക, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നത് പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഹറിബറി ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് കുറച്ച് പർച്ചേസ് ഉണ്ട് നമുക്ക്, അല്ലേ? അതെ, ഇന്ന് കാലത്ത് കൊച്ചിന്റെ എക്സാം ആയിരുന്നു. 3 ദിവസമായി എക്സാം തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നും നാളെയാണ് എക്സാം ഉള്ളത്. അപ്പൊ 1:30 ഇപ്പൊ സമയം എത്ര? ഇപ്പൊ സമയം 12:30 ആയിട്ടുണ്ട്. 12:30 ആയിട്ടുണ്ട്. അപ്പൊ 1:30 ആകുമ്പോ അവിടെ ചെല്ലണം. അതിനു മുമ്പ് ഞങ്ങളുടെ കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ട്, ഇതെല്ലാം തീർക്കണം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം വന്ന ആ പാർക്കിലാണ്, അല്ലേ? അതെ, കഴിഞ്ഞ ദിവസം വന്ന ആ പാർക്കിലാണ്. ഇപ്പഴാണ് കഴിക്കാനായിട്ട് ചായയും പിന്നെന്താ ബ്രെഡ് ഓംലേറ്റും പറഞ്ഞിട്ടാ. ഇപ്പൊ ഭയങ്കര വെയിലായിരുന്നു, ഞങ്ങൾ പുറത്തുനിന്ന് വന്നതേ ഉള്ളൂ. കാർ അവിടെ ഇട്ടേക്കുമായിരുന്നു. എന്താ അറിയില്ല, ഞങ്ങൾക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ നമ്മുടെ ആലുവപ്പുഴ സൂപ്പറായിട്ട് കാണാനുള്ള എല്ലാം അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഒരു പുഴയുടെ അടുത്തിരുന്നിട്ട് എന്ത് തോന്നുന്നു? നല്ല തണുത്ത് കാറ്റ്, ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു. ഇപ്പൊ ആണെങ്കിൽ കാറ്റൊക്കെ അടിക്കുന്നതിന്റെ ആ ഒരു സംഭവം കണ്ട സൂപ്പറല്ലേ? അത് ആ പുഴയെ തട്ടിയുള്ള കാറ്റായിട്ട് ചെറിയൊരു തണവുണ്ടല്ലേ. ഇപ്പൊ 12:30 ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ചൂട് എങ്ങനെയുണ്ട്? അടിപൊളി ചൂടാ, കാറിലിരുന്നിട്ട് പോലും എനിക്ക് ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഇന്നുള്ള പരിപാടി എന്തൊക്കെയാന്ന് പറഞ്ഞു? കുറച്ച് പർച്ചേസിംഗ് ആണ്, കുറച്ച് ഡ്രസ്സ് വാങ്ങാണ്ട്. കുറെ നാളായി ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട്, അല്ലേ? കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ഉണ്ട്. ആദ്യം കുട്ടീനെ വിളിക്കാൻ പോണോ അതോ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കുട്ടി വിളിക്കാൻ പോകല്ലേ? ഡ്രസ്സ് വാങ്ങിച്ചിട്ട് 1/2 മണിക്കൂർ സമയമുണ്ട്. 1/2 മണിക്കൂർ കൊണ്ട് 1/2 മണിക്കൂറുണ്ട്. നിങ്ങൾക്ക് ഇത്തവണ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പറയണ ഈ ലോങ് പാവാട, പിന്നെ മേളില് ബനിയനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും വാങ്ങണം. ഷുഗർലെസ് ആണേ. ഇതിപ്പോ പച്ചവെള്ളം ഉപ്പിട്ടുണ്ടോ അല്ലേ? ഇപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോ എന്താ പറയാ, നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ. യെസ്, പഴയ കാലത്തെ സംഭവങ്ങൾ എനിക്ക് കുറച്ച് പറയാനുണ്ട്. എന്താണെന്നറിയാം, പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടപ്പോ ഇതുപോലെ ചെയ്തിട്ടില്ല, അതുള്ള കാര്യം പറയാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഞാൻ MA കഴിഞ്ഞ് പ്രോജക്റ്റ് വർക്ക്, അതായത് MAയുടെ ആ ഒരു പ്രോജക്റ്റും പിന്നെ വൈവ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പാണ് ഈ പറയുന്ന ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സ് വന്നത് കേട്ടോ, അല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടു പോയി, പിന്നെ കുറെ ഗ്യാപ്പ് വന്നു, അല്ലേ? അതെ അതെ അതെ. അങ്ങനെ നമ്മള് എന്താ പറയാ, അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല. പിന്നെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് പക്ഷെ എന്നാലും സമ്മതിച്ചു തന്നില്ല. ഞാൻ കല്യാണത്തിന്റെ അന്നാണ് സമ്മതിച്ചു കൊടുത്തത്. എന്ത് സമ്മതിച്ചെന്ന് പറഞ്ഞു? കല്യാണത്തിന് ഇഷ്ടാന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, അപ്പനും അമ്മയും സമ്മതിച്ചാൽ മാത്രമാണ് ഈ കല്യാണത്തിന് നടക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനമായിരുന്നു, ഒരു വാശിയായിരുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ പിന്നെ സമ്മതിപ്പിച്ചു ഞാൻ. എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പം ഇന്നത്തെ പർച്ചേസും കാര്യങ്ങളും ആട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. ശരി. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് അവിടെ വെച്ച് മൈക്ക് വെച്ച് സംസാരിക്കാൻ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സെലക്ഷന് സമയത്ത് അങ്ങനെ സംസാരം നടക്കില്ല. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോണത്, നമ്മുടെ ഫോൺ കയ്യിലുണ്ടാവും, എൻ്റെ ഫോൺ കയ്യിലുണ്ടാവും. അപ്പൊ അത് വെച്ച് വീഡിയോ എടുക്കും, എന്നിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് അതിന് ശേഷം നമുക്ക് ചെയ്യാം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഹറിബറിയാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി 10 മണിയാകുമ്പോഴേക്കും പാലക്കാട് പോകും. 10 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം ഒരു വെളുപ്പിന് ഒരു 2-3 മണിയാകുമ്പോൾ ഈറോഡ് മാർക്കറ്റ് പോകും. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച അവിടുത്തെ വീഡിയോയും കഴിഞ്ഞിട്ട് തിരിച്ച് വൈകിട്ട് പാലക്കാട് വന്നിട്ട് പാലക്കാട് ഉള്ള ആ ഒരു ഫാമിന്റെ വീഡിയോ കൂടി ചെയ്തിട്ടാണ്. ഓ താങ്ക് യു കേട്ടോ, താങ്ക് യു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വേണ്ടായില്ല. അപ്പൊ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് വന്നിട്ടാ, നീ എടുത്ത് കഴിച്ചോക്കി. ഇത് ബ്രെഡിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓംലേറ്റ് ആ ഇത് വെച്ചേക്കാം കേട്ടോ. സോസ് മുക്കിയിട്ട് കൊള്ളാം. ഉച്ചത്തെ ഭക്ഷണം കേട്ടോ. ഇത് ടേസ്റ്റിയാണ്, കാരണം ഉപ്പും മുളകും എല്ലാം കൃത്യമാണ്. രണ്ടാമത് വന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പം പോവാട്ടോ. ഇന്നത്തെ വീഡിയോയും ഹറിബറി ആയിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ സിനോബിക്കുള്ള ഡ്രസ്സ് വാങ്ങണം. എന്നിട്ട് നേരെ വന്നിട്ട് വേണം എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് എല്ലാം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടാണ് എനിക്ക് പോകാനായിട്ട്. അപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്ന് തൂങ്ങും. ഇന്ന് മിക്കവാറും കാറിൽ ഭയങ്കര ഉറക്കമായി. അത് പറഞ്ഞപ്പോ ഓർത്തെ, കൂർക്കം വലിയുടെ കാര്യത്തിൽ ഞാനേ പണ്ടേ കൂർക്കം വലിക്കണ ആളെ കല്യാണം കഴിക്കുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല, സത്യമായിട്ട് പറയാം. എന്റെ അപ്പം കൂർക്കം വലിക്കുമ്പോ ഞാൻ രാത്രി ചിരിച്ച ആളാണ്. എന്താ പറയാ, കൊടുത്താ കൊല്ലത്തും കിട്ടുന്നത് പറയണേ. ഞാൻ അങ്ങനെ കൂർക്കം വലിക്കാറില്ല. ഇല്ല, ഞാൻ അങ്ങനെ കൂർക്കം വലിക്കാറില്ല. ശ്വാസം വലിക്കൂല മനുഷ്യൻ, അങ്ങനെ വലിക്കും. അതിന്റെ കൂടെ ചിലപ്പോ മാത്രമേ ഉള്ളൂ. താങ്ക് യു ഏട്ടാ. പാത്രം കൊണ്ടുപോക്കോട്ടാ. നമ്മൾ 2 പ്ലേറ്റാ പറഞ്ഞേട്ടാ. അപ്പൊ 2ാമത്തെ പ്ലേറ്റ് വന്നു ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ. എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ എൻ്റെ ഇവിടുത്തെ അപ്പച്ചൻ പിന്നെ ഫസ്റ്റ് അത് ഒരു സൈഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോയി കഴിഞ്ഞാൽ പിന്നെ താരാട്ട് പറഞ്ഞാണ് പോണത്. അതേ ഒരാള് നല്ലപോലെ കൂർക്കം വലിക്കും.
അത് ഞാൻ കേട്ടു. പിന്നെ അത് ശീലമായിട്ട് അതൊക്കെ ഇപ്പൊ കൂർക്കമ്പലിയില്ലാതെ കേട്ടൊരു ഒരു താരാട്ട് പോലെ പാട്ട് പോലെ ആയിപ്പോയി പറയുന്ന കളി നമ്മുടെ അടുത്ത്. പിന്നെ വേറെ ഒന്നുമില്ല, ഭയങ്കര ക്ഷീണമാണ് അവർക്ക്, ഇത്ര യാത്രയല്ലേ ഉള്ളു. പിന്നെ അത് മാത്രമല്ല നമ്മുടെ കൊച്ചും ചെറുതായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയേക്കുക. ഇപ്പൊ കൊച്ചു ഇവിടെ വലിക്കുക. ശരി, അപ്പൊ നമുക്ക് പോയാലെന്നാ. ഇപ്പൊ തന്നെ ഇപ്പൊ കൃത്യം 12 കേട്ടോ. അപ്പുറത്തെ സൈഡില് തോണിയുണ്ട്, പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല കാരണം അപ്പുറം ആൾക്കാർ ഇരിപ്പുണ്ട്. നമ്മളവരുടെ കപ്പിൾസ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതുമല്ല, നമ്മൾ ഒരാൾ സ്വകാര്യ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ പാടില്ല. അപ്പൊ പെട്ടെന്നൊരു മാറ്റം വന്നേക്കാണ്. വേറെ നല്ലതാ ഈ കാണുന്ന സൺഗ്ലാസ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വാങ്ങിക്കാൻ കാരണമുണ്ട്. നമ്മുടെ ഇപ്പോൾ കാറിലായിക്കോട്ടെ ബൈക്കിലായിക്കോട്ടെ ഇപ്പോൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ചൂടാണ്. എന്താ പറയുക, ചൂട് കൂടിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, ഇത് എനിക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഈ കാണുന്ന സിനോബിയുടെ ലുക്ക് എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്തവണ വാങ്ങിച്ച ഗ്ലാസ്സിൽ ഏറ്റവും കോസ്റ്റ്ലി എന്റേതാണ് 2200 അല്ലേ? ഇത് ഫാസ്റ്റ് ട്രാക്കിന്റെ ആണ്. ഫാസ്റ്റ് ട്രാക്കിന്റെ സിനോബിഡ് 2200 ഫാസ്റ്റ് ട്രാക്കിന്റെ ആണ് ഇത്. നമ്മുടെ ആണെങ്കിൽ 970. ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചു പോയതല്ല, പക്ഷെ എനിക്ക് അച്ഛൻ എടുത്തു തന്നു. ഒന്ന് വെച്ച് കാണിച്ചു തരാവേ. ഒന്നുകൂടി വെച്ച് കാണിച്ചു. വാവ്. ഇന്നിപ്പോ ഞങ്ങള് എന്താ പറയാ, കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞത്. പ്രത്യേകിച്ച് നമ്മൾ എവിടെയൊക്കെ പോയി, സിറ്റി സിൽസിൽ പോയി അല്ലേ? സിറ്റി സിൽസിൽ പോയി. അതിനു മുമ്പായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു എന്തോ സംഭവത്തിന്റെ പേര് അർച്ചനയോ അങ്ങനെ എന്തോ സംഭവത്തിന്റെ അർച്ചനയാണോ? അർച്ചനയല്ല, ആദ്യം ഞങ്ങൾ പോയത് കുറച്ച് 2-3 സാരി എടുക്കാൻ വേണ്ടി പോയതാണ്. അതും കേരള സാരി. അത് അത്താണിയിലാണ്, ഞങ്ങളുടെ തൊട്ടടുത്താണ്. കടയുടെ പേരിനായിരുന്നു, കടയുടെ പേര് ഞാൻ മറന്നുപോയി. ഞങ്ങൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ അത് ഇടാട്ടോ. ശരി. പിന്നെ അത് മാത്രമല്ല, പിന്നെ അതിനുശേഷം ഞങ്ങള് കുട്ടീനെ വിളിക്കാൻ വന്നു. ഇടയ്ക്ക് ടീച്ചർ വിളിച്ചു, വേഗം വരൂ എന്ന് പറഞ്ഞ്. 1:30 വരെ ഉള്ളവന് എക്സാം ആയിരുന്നു, 1:30 വരെ ഉള്ളൂ എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പൊ നേരെ അങ്ങോട്ട് പിടിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത്, പിന്നെ കുട്ടീനെ വിളിച്ച് നേരെ തിരിച്ചു വന്നത്. സാരി 3 എടുത്തു. ഈ 3 സാരി ഉള്ള നമുക്ക് ഒരേപോലത്തെ സാരി എടുത്തിട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ആവശ്യത്തിന് എടുത്താണ്, നമ്മുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് എടുത്താട്ടോ. അപ്പൊ എന്തായാലും സാരിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതും പ്രത്യേകിച്ച് കേരള സാരി. പിന്നെ എടുത്ത സാരി എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വിഷു ഒക്കെ വരുമല്ലോ അല്ലേ? അതെ, വിഷുവിന്റെ ഒക്കെ ആ ഒരു സ്റ്റൈൽ സാരി നമ്മൾ എടുത്തിരിക്കുന്നത്. വിഷുവിനൊക്കെ എടുത്ത് അമ്പലത്തിൽ പോകാൻ പറ്റുന്ന രീതിയിലുള്ള സാരീസ് ഒക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, ഇത് ഇപ്പുറത്തോട്ട് വാ. ഭയങ്കര വെയില്, അല്ലെങ്കിൽ ഇങ്ങോട്ട് നീങ്ങുന്നല്ലോ. ഇപ്പുറത്ത് വെട്ടുണ്ടല്ലേ, നമ്മുടെ MLA സ്ഥാനാർത്ഥിയുടെ ഇതുണ്ട് കേട്ടോ, അൻവർ സാദത്ത്. ഓക്കെ, അദ്ദേഹത്തെ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ആളാട്ടോ. പിന്നെ അതിനുശേഷം നേരെ പോയത് എങ്ങോട്ടാ പോയത്? പിന്നെ അതിനുശേഷം നേരെ പോയത്, ഫസ്റ്റ് പോയത് മാക്സി പോയി. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയ ആ ഒരു സംഭവം കിട്ടിയില്ല. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സംഭവം ഒന്നും കിട്ടിയില്ല മാക്സിൽ. അതിനുള്ള ഇത് നമ്മൾ ഉദ്ദേശിച്ച ഇതില്ല. എന്ത് സംഭവം എന്നിട്ട് പറഞ്ഞാൽ, സ്കേർട്ട് ആണെങ്കിലും അതൊരു തരം ഹാഫ് സ്കേർട്ട്. പക്ഷെ അതൊരു എന്താ പറയാ, നമുക്ക് പക്ഷെ അതിനുള്ളൊരു ക്വാളിറ്റി ഇല്ല. പക്ഷെ അതിന് 1000 ക്വാളിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് കണ്ടിട്ട് ഒരു ക്വാളിറ്റി തോന്നിയില്ല കേട്ടോ. ഈ പറഞ്ഞ കുറ്റം മാക്സിന്റെ കുറ്റം ഒന്നല്ല കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമൊന്നുമില്ല, കാരണം ഇപ്പത്തെ ഒരു ടൈപ്പാണ്. കാരണം പാവാട പോലെ പാവാട പോലെ ഇരിക്കും, എന്നാലും അത് പാന്റാണ് പറഞ്ഞിരിക്കും. എനിക്കത് കണ്ടിട്ട് എന്താണ്ട് ഒരു ഈ മറ്റേ നമ്മുടെ ഈ പണ്ടൊക്കെ മുളകും മല്ലിയൊക്കെ നമ്മളിങ്ങനെ പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അവിടുത്തെ മില്ലിൽ ഇങ്ങനെ കാണാം, ഇങ്ങനെ ഭൂമിക്കുന്ന സംഭവം. അതേപോലത്തെ പാവാടയാണോ എന്ന് വെച്ചാൽ പാവാടയല്ല, അത് പാൻ്റാണോ എന്ന് വെച്ചാൽ പാൻറ്റും അല്ല, എന്താണ്ട് പാൻ്റാടാ. ശരി, അപ്പം എന്തായാലും അതിനുശേഷം നമ്മൾ പോയത് നേരെ എടപ്പള്ളിയിൽ പോയത്. ഓക്കെ, ശരി. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ പോയത്, അവനോട് എന്തൊരു സിനോബി മൊബൈൽ. ഓക്കെ, അവൻ മൊബൈലിൽ കളിയാണ്. ശരി, അതിനുശേഷം നമ്മൾ നേരെ പോയത്, നേരെ ആദ്യം ആലുവയ്ക്ക് പോയിട്ട് മാക്സിന്ന് നേരെ, അതായത് നമുക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നേരെ പോയത് നമ്മുടെ എടപ്പള്ളി സിറ്റി സിൽസ് അല്ലേ? എടപ്പള്ളി സിറ്റി സിൽസിലാണ് പോയത്. എടപ്പള്ളി സിറ്റി സിൽസിൽ പോയിട്ട് നമുക്ക് പറ്റിയ സാധനം കിട്ടിയിട്ടോ. അതായത് എന്നിട്ട് അതിന്റെ പേര് പറഞ്ഞേ, സ്കേർട്ട്. അതും ഇച്ചിരി ഒരു സിൽക്കി ആയിട്ടുള്ള സ്കേർട്ട് അല്ലേ? സൂപ്പർ, എനിക്ക് ഇഷ്ടമായി സംഭവം. പിന്നെ അതിന് പറ്റിയ ഒരു ഷോർട്ടും കിട്ടി. അപ്പൊ അതിന് പറ്റിയ ഒരു ടോപ്പും കിട്ടിട്ടോ. ആ ടോപ്പ് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഭയങ്കര ഷോർട്ടായിരിക്കും, നമുക്കത് ചേരില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ
അത്ര ഹാഫാന്നാ വിചാരിച്ചല്ലേ? അങ്ങനെയൊക്കെ. അപ്പൊ അത് കുട്ടികൾക്ക് പറ്റുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നിനക്കത് അത്ര ചേരില്ല വെച്ചാ. പക്ഷെ അല്ല, എന്റെ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഇടണം. ഇട്ട് വന്നതിനിപ്പോ അടിപൊളിയായിട്ട് ചിലപ്പോ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇച്ചിരി ആഴമുണ്ട്, അപ്പൊ ഒന്ന് ഷേപ്പ് ചെയ്യിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ എവിടെ പോയത്? നമ്മള് സൺഗ്ലാസ് വാങ്ങാൻ പോയത്. പ്രത്യേകിച്ച് എനിക്ക് വണ്ടി ഓടിക്കാൻ നേരത്ത് ഭയങ്കര ചൂടാണ്, കണ്ണൊക്കെ ഇങ്ങനെ ഇറുകി വന്നു, ഭയങ്കരമായിട്ട് ഉറക്കം വന്ന പോലെ. അപ്പൊ അതുകൊണ്ട് സൺഗ്ലാസ് മസ്റ്റ് ആണെന്ന് തോന്നിയോണ്ട് ഒരെണ്ണം വാങ്ങിച്ചത്. എന്റെ എങ്ങനെ ഒന്ന് കാണിച്ചേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പർ. ഇതാണ് നമ്മുടെ കോലം. ഇപ്പൊ ഞങ്ങൾ ആകെ അവസ്ഥയായിട്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇപ്പൊ സിനോബിയുടെ ആണെന്നുണ്ടെങ്കിൽ സിനോബിയുടെ ഒരു റൈബാൻ ലുക്കാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. റൈബാൻ ലുക്ക് അത് എനിക്ക് ചേരില്ല, വലിപ്പം ഫേസ് ആണ്. അപ്പം എന്റെ ഗൗരവൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്ലാസ് ഉള്ള ഒരു. ശരി, അപ്പൊ എന്തായാലും സിനോബിയുടെ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയല്ലോ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ കുറച്ച് ധൃതിയുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ അടുത്തൊരു നല്ലൊരു സൂപ്പർ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ ബൈ ബൈ.